ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കോടീശ്വര യോഗമുണ്ടാവാൻ വേണ്ടിയിട്ട് ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ്. കോടീശ്വര യോഗം എന്ന് കേൾക്കുമ്പോൾ വലിയ രീതിയിൽ പണക്കാരായിട്ട് കോടീശ്വരന്മാരായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല ഞാനിവിടെ പറയുന്നത്. പകരം നമ്മുടെ കയ്യിൽ എപ്പോഴും ധനമുണ്ടായിരിക്കുക. പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ആരുടെ മുൻപിലും കൈ നീട്ടേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക. ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ ആവശ്യമായ തുക എപ്പോഴും ശരിയായ രീതിയിൽ നമ്മുടെ കയ്യിൽ വന്നു ചേരുക. സ്വന്തമായിട്ട് വീട്, വാഹനം, കുറച്ച് ബാങ്ക് ബാലൻസ്, അന്നം, വസ്ത്രം, സമൂഹത്തിൽ ഒരു നിലയ്ക്കും വിലയ്ക്കും ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കോടീശ്വര യോഗം എന്ന് പറയുന്നത്. കോടീശ്വര യോഗത്തിന് വേണ്ടിയിട്ട് മഹാലക്ഷ്മിക്ക് സമർപ്പിക്കേണ്ടുന്ന വസ്തുക്കളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു. അത് സമർപ്പിച്ച് ഒരുപാട് പേർക്ക് അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മാറ്റം വരുന്ന ഒന്നാണ് ഈ ഒരു മന്ത്രവും. ഇത് അടുപ്പിച്ച് 21 ദിവസം നിങ്ങൾ ചൊല്ലണം. എല്ലാ ദിവസവും 11 പ്രാവശ്യം മാത്രം നിങ്ങളിത് ജപിച്ചാൽ മതിയാവും. ഇതിനങ്ങനെ ഒരുപാട് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ 21 ദിവസം അടുപ്പിച്ച് ജപിക്കുമ്പോൾ നിങ്ങൾക്കിടയ്ക്ക് പീരിയഡ്സ് വന്ന് നിങ്ങൾക്കിത് മുടങ്ങിയാൽ നിങ്ങൾക്ക് ആ ദിവസങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും തുടരാം. അതേസമയം എന്തെങ്കിലും ഒരു അസുഖങ്ങൾ കൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ പുലവാലായ്മയൊക്കെ വന്ന് മുടങ്ങിയാൽ നമ്മൾ വീണ്ടും അതൊന്നേന്ന് തുടങ്ങണം. ലക്ഷ്മി ദേവിയുടെ ഒരു മന്ത്രമാണിത്. ഇത് നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടുകൂടി 21 ദിവസം ജപിച്ചാൽ ഫലമുറപ്പാണ്. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, 21 ദിവസം അടുപ്പിച്ച് നമ്മളിത് ഒരു ദിവസം 11 പ്രാവശ്യം വെച്ച് ചൊല്ലുന്നു. 21 ദിവസങ്ങൾക്ക് ശേഷം എല്ലാ ദിവസവും 3 പ്രാവശ്യം നമ്മളിത് ജപിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ലൈഫ് ലോങ് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കണം. 21 ദിവസം മാത്രം നിങ്ങളിത് 11 തവണ ജപിച്ചാൽ മതിയാകും. 21 ദിവസം എന്ന് പൂർത്തിയാകുന്നു അതിൻ്റെ പിറ്റേന്ന് മുതൽ എല്ലാ ദിവസവും 3 പ്രാവശ്യം നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. നാളെ മുതൽ, അതായത് നാളെ വെള്ളിയാഴ്ചയാണ്, പഞ്ചമി തിഥി നാളെ രാവിലെ 9:45 വരെ ഉള്ളതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഈ ഒരു മന്ത്രം, അതായത് ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ ഒരു 10 മണിക്കുള്ളിൽ ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് വളരെ വളരെ നല്ലതാണ്. വെള്ളിയാഴ്ച പഞ്ചമി വരുന്നതിനെ നമ്മൾ ശ്രീ പഞ്ചമി എന്നാണ് പറയുന്നത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ടാണ് സമയം കിട്ടുന്നതെങ്കിലും വൈകിട്ടും ചൊല്ലാം. ഇനി പീരിയഡ്സ്, പുലവാലായ്മ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് നാളെ ഇത് ചൊല്ലി തുടങ്ങാൻ പറ്റാത്തവർക്ക് വരുന്ന വെള്ളിയാഴ്ച മുതൽ ചൊല്ലി തുടങ്ങാവുന്നതാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 14 തീയതി, അന്ന് മഹാലക്ഷ്മി വ്രതത്തിൻ്റെ അവസാന ദിവസമാണ്, 15ാമത്തെ ദിവസം, അഷ്ടമി തിഥിയുമുണ്ട്. അന്നും നിങ്ങൾക്കിത് ചൊല്ലിത്തുടങ്ങാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ പൗർണമി ദിവസങ്ങളിലോ മാത്രമേ ചൊല്ലിത്തുടങ്ങാവുള്ളൂ. ഈ ഒരു ഞായറാഴ്ച സെപ്റ്റംബർ 14 ഞാൻ ചൊല്ലാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അന്ന് മഹാലക്ഷ്മി വ്രതത്തിൻ്റെ അവസാനമായതുകൊണ്ട് മാത്രമാണ്. അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും നിങ്ങളിത് ചൊല്ലിത്തുടങ്ങുമ്പോൾ ലക്ഷ്മി ദേവിക്ക് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെച്ചിട്ട് ചൊല്ലാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ്. കാരണം ദേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ടൊരു ദീപം കൊളുത്തി വെച്ചിട്ട് ചൊല്ലുന്നു എന്നുള്ള അർത്ഥം. അങ്ങനെ സാധിക്കില്ലാത്തവർക്ക് സാധാരണ നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് തന്നെ മതിയാവും. അത് കൊളുത്തി വെച്ചിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ദേവിക്കൊരു നിവേദ്യം വെക്കണം. നിവേദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്ത കളറിലെ എന്തും വെക്കാം. അതിനായി നിങ്ങൾക്ക് പഞ്ചസാര മേടിക്കാം, ഡയമണ്ട് കൽക്കണ്ടം, അങ്ങനെയല്ല പാലൊക്കെ എല്ലാവരും ചിലപ്പോൾ വീട്ടിൽ മേടിക്കുന്നവരായിരിക്കുമല്ലോ, അപ്പം പാല് വെക്കാം. അല്ലെങ്കിൽ കാഷ്യൂ നട്ട് 1-2 എണ്ണം. അത് വെളുത്ത കളറായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. വെളുത്ത കളർ മാത്രം. അപ്പം സാധാരണക്കാർക്ക് എന്തും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് പഞ്ചസാരയാണ്, അല്ലെങ്കിൽ ഡയമണ്ട് കൽക്കണ്ടം. സോ നിങ്ങളത് മേടിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ പഞ്ചസാരയാണെങ്കിൽ അത് സമർപ്പിച്ചിട്ട് നിങ്ങൾക്കത് ചായയിലിട്ട് കുടിക്കാനെടുക്കാം. ഡയമണ്ട് കൽക്കണ്ടമാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ നിങ്ങൾ ചെയ്യേണ്ടത് ലക്ഷ്മി ദേവിക്ക് എന്തെങ്കിലും ഒരു പൂ സമർപ്പിക്കാം. അല്ലെങ്കിൽ കൂവളത്തില, നെല്ലിയില, തുളസിയില, എന്തെങ്കിലും. പക്ഷേ പൂവോ ഒരിലയോ
തീർച്ചയായും എല്ലാ ദിവസവും ഈ മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് ദേവിക്ക് സമർപ്പിക്കണം. സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ വീട്ടിൽ ധനധാന്യ സമൃദ്ധി തന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പൂവ് അല്ലെങ്കിൽ ഇല ദേവിക്ക് സമർപ്പിക്കാൻ. അതിനുശേഷം ഈ മന്ത്രം നിങ്ങൾ 11 പ്രാവശ്യം ചൊല്ലുക. ഓം ശ്രീം ശ്രീയൈ നമഃ. ഇതാണ് മന്ത്രം. വളരെ എളുപ്പമാണ്. ശ്രീം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമാണ്. ശ്രീയൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീത്വമുള്ള ദേവിയായ മഹാലക്ഷ്മിയെ നമ്മൾ നമിക്കുന്നു. ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലുമ്പം ദേവിയുടെ മുഖത്ത് നോക്കി ആ ഒരു ഫോട്ടോ, നിങ്ങളുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോയാണോ വിഗ്രഹമാണോ എന്താണോ ഉള്ളത് അതിൽ നോക്കി വേണം നമ്മൾ ചൊല്ലാൻ. ചൊല്ലിയതിന് ശേഷം 11ാമത്തെ പ്രാവശ്യം ഓം ശ്രീം ശ്രീയൈ നമഃ എന്ന് ചൊല്ലുമ്പോൾ 2 കൈകളും കൂപ്പി അമ്മയെ നമ്മൾ തല കുമ്പിട്ട് വണങ്ങണം. വണങ്ങിയതിന് ശേഷം നമ്മൾ സമർപ്പിക്കുന്ന നിവേദ്യം അത് എന്തുമാണെങ്കിലും അത് 2 കൈയിലും പിടിച്ചിട്ട് എൻ്റെ ഈ നിവേദ്യം നിറഞ്ഞ മനസ്സോടുകൂടി സ്വീകരിച്ചിട്ട് ദേവി എനിക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ, സർവ്വസമ്പൽ സമൃദ്ധിയും തന്ന് അനുഗ്രഹിക്കണം, ധനധാന്യ സമൃദ്ധി തന്ന് അനുഗ്രഹിക്കണം, എൻ്റെ കുടുംബത്തിൽ നല്ല രീതിയിലുള്ള പുരോഗമനമുണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ആ ഒരു നിവേദ്യം നിങ്ങൾ ദേവിക്ക് സമർപ്പിക്കാൻ. ആദ്യം പൂവല്ലെങ്കിൽ ഇല വെക്കുമ്പോഴും ഇതേ പ്രാർത്ഥന വെച്ചിട്ട് വേണം വെക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് മന്ത്രം ചൊല്ലണം. 11ാമത്തെ പ്രാവശ്യവും ഈ ഒരു നാമം ചൊല്ലിയതിന് ശേഷം കൈകൾ നമ്മൾ 2 കൈയും കൂപ്പി അമ്മയെ നമിക്കണം. അതിനുശേഷം ധൂപദീപ ആരതി എടുത്തിട്ടാണ് നമ്മൾ നിവേദ്യം സമർപ്പിക്കുന്നത്. നിവേദ്യം സമർപ്പിക്കുന്നതിന് മുൻപും ഇത് കയ്യിൽ പിടിച്ചിട്ട് നിങ്ങളിത് അമ്മയോട് പറഞ്ഞിട്ട് വേണം നിവേദ്യം ദേവിക്ക് മുൻപിൽ വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കർപ്പൂര ആരതി എടുക്കുമ്പോഴും എൻ്റെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ കർപ്പൂര ആരതി എടുക്കാൻ. ഈ സ്റ്റെപ്സ് ഒന്നും നിങ്ങളിവിടെ ചെയ്യാനായിട്ട് മറക്കരുത്. ഈ 21 ദിവസവും ഈ മന്ത്രം ചൊല്ലുന്നതിനോടൊപ്പം തന്നെ കോടീശ്വര യോഗം ഉണ്ടാവാൻ വേണ്ടി സമർപ്പിക്കേണ്ടുന്ന വസ്തുക്കളും കൂടിയിട്ട് സമർപ്പിക്കാം. അങ്ങനെ നിർബന്ധമില്ല. പക്ഷേ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ നിങ്ങൾ ആ വസ്തുക്കൾ സമർപ്പിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമർപ്പിക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. ഇനി ഈ ഒരു 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങൾ എന്ത് നിവേദ്യം സമർപ്പിക്കുന്നവരാണെങ്കിലും പറ്റുമെങ്കിൽ ഈ 21 ദിവസത്തിനിടയ്ക്ക് വരുന്ന പൗർണമി, വെള്ളിയാഴ്ച, കറുത്തവാവ്, ചൊവ്വാഴ്ച ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും 1-2 ദിവസങ്ങളിൽ ദേവിക്ക് പാൽപായസം ഉണ്ടാക്കി സമർപ്പിക്കാൻ പറ്റിയാൽ അത് നല്ലതാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും അമാവാസിയിലും പൗർണമിയിലും ചെയ്യാൻ പറ്റിയാൽ ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 വെള്ളിയാഴ്ചകളിലോ പൗർണമിയിലോ എങ്കിലും പാൽപായസം ഉണ്ടാക്കി വെക്കാനായിട്ട് മറക്കരുത്. അതും നമുക്ക് നല്ല ഫലങ്ങളാണ് തരുന്നത്. അതുകൊണ്ടാണ് പാൽപായസം ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞത്. പിന്നെ എല്ലാ ദിവസവും ഒരേ നിവേദ്യം തന്നെ സമർപ്പിക്കണമെന്നുമില്ല. ഇപ്പോൾ ഇന്ന് നിങ്ങൾ പഞ്ചസാര സമർപ്പിച്ചാൽ നാളെ നിങ്ങൾക്ക് ഡയമണ്ട് കൽക്കണ്ടമോ പാൽപായസമോ പാല് കാച്ചിയതോ കാഷ്യൂനട്ടോ എന്ത് വേണമെങ്കിലും വെക്കാം. പക്ഷേ ഈ 21 ദിവസവും നമ്മൾ വെളുത്ത കളറിലെ നിവേദ്യം മാത്രമേ സമർപ്പിക്കാവൂ എന്നുള്ളതേ ഉള്ളൂ. വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് തരുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ധനവരവ് നിങ്ങളുടെ കുടുംബത്തിൽ തരുന്ന ഒരു മന്ത്രമാണിത്. വിശ്വാസപൂർവ്വം മഹാലക്ഷ്മിയോട് നമ്മൾ സന്തോഷത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെട്ട മുഖത്തോടു കൂടിയോ അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള വിഷമത്തോടു കൂടിയോ ഈ ഒരു മന്ത്രം ചൊല്ലരുത്. നിങ്ങൾ നല്ല നിറഞ്ഞ പുഞ്ചിരിയോട് കൂടിയിട്ട് തന്നെ വേണം ദേവിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി. പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഇല്ലായ്മ പറയുകയും ചെയ്യരുത്. തരണം നിറഞ്ഞ രീതിയിൽ തന്നെ. നിങ്ങൾ ഒരു വലിയ മല പോലെ തന്നെ അമ്മയോട് ചോദിച്ചോളൂ. അതിന് ഒരു കുഴപ്പവുമില്ല. നിറഞ്ഞ ധനധാന്യ സമൃദ്ധി തന്ന് അനുഗ്രഹിക്കണം എന്ന് തന്നെ വേണം അമ്മയോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ചെയ്യണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.